ഞാൻ എൽദോസിനോട് പറഞ്ഞു, പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കണം, പാർട്ടിയുമായി ചേർന്ന് നിൽക്കണം. എൽദോസിനെ എൽദോസാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പിൽ നമുക്ക് സീറ്റ് കിട്ടും, കിട്ടാതിരിക്കും, അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും സീറ്റ് കൊടുക്കാനും കഴിയില്ല. കുറച്ച് പേർക്ക് സീറ്റ് കിട്ടും, കുറച്ച് പേർക്ക് സീറ്റ് കിട്ടാതിരിക്കും. ഏതായാലും ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്നുള്ളത് കൊണ്ട് പലർക്കും ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ വേണ്ട പരിഗണന നൽകും, സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടാകേണ്ട കാര്യം ഉണ്ടാകും. ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്കോ സീറ്റുകളിലേക്കൊക്കെ വന്നില്ലെങ്കിൽ പ്രയാസമുണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ അവരെല്ലാം ഉൾക്കൊള്ളാൻ പാർട്ടിക്ക് സാധിക്കും. പാർട്ടി അത്രയും വലിയൊരു കരുത്തുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ആരും പാർട്ടി വിടേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ നേതാക്കന്മാരൊന്നും വലുതായിട്ട് പോകുന്ന എനിക്ക് ഒരിക്കലും കരുതാൻ കഴിയില്ല. ആരും അങ്ങനെ പോകുന്നില്ല. ആരെങ്കിലും പോകുന്നെങ്കിൽ പിന്നെ അവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരും. കാരണം പാർട്ടി വിട്ടുപോയ ആർക്കും ഇത്തവണ CPM സീറ്റ് കൊടുത്തില്ലല്ലോ. പാർട്ടി വിട്ടുപോയ ആളുകൾക്ക് വലിയ പ്രോത്സാഹനം കൊടുത്ത CPM ഇത്തവണ ആർക്കും പാർട്ടി സീറ്റ് കൊടുത്തില്ലല്ലോ. അതൊക്കെ എല്ലാവരുടെയും മുമ്പിൽ അനുഭവപാഠം ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. എൽദോസ് കുന്നപ്പള്ളി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി ഞാൻ വളരെ വിശദമായി സംസാരിച്ചു. ഒരു കാരണവശാലും അദ്ദേഹം പാർട്ടി വിട്ടു പോവില്ല. അദ്ദേഹം 10 തവണ MLA ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പാർട്ടി ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, പരിഗണന കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. സീറ്റ് അർഹനായ വ്യക്തിയാണ് അദ്ദേഹം. 10 വർഷം പെരുമ്പാവൂരിന് വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ധാരാളം വികസന പ്രവർത്തനം നടത്തിയ ഒരാളാണ്. കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചിരിക്കും. ഞാൻ എൽദോസിനോട് പറഞ്ഞു, പാർട്ടി തീരുമാനത്തെ അംഗീകരിക്കണം, പാർട്ടിയുമായി ചേർന്ന് നിൽക്കണം. എൽദോസിനെ എൽദോസാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹം അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നിലവിലെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരു ഡീലുമില്ല. സുധാകരൻ കോൺഗ്രസിന്റെ ശക്തനായ നേതാവല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 9 വർഷം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധത അറിയാവുന്ന ഒരാളാണ് ഞാൻ. മറ്റാരേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു പാർട്ടിയിലും പോവില്ല, കോൺഗ്രസ്സുകാരനായി തന്നെ തുടരും, കോൺഗ്രസിന്റെ കരുത്താണ് അദ്ദേഹം. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാവിലെ. അതൊക്കെ സത്യമായി വന്നില്ലേ. അതാണ് കോൺഗ്രസ്, അതാണ് സുധാകരൻ. നിലവിൽ സുധാകരൻ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് വേണമെന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ UDF-നൊപ്പം നിൽക്കുന്ന ഉറപ്പുണ്ടോ? UDF അദ്ദേഹത്തിന് പിന്തുണ നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ എല്ലാവരുടെയും വോട്ട് ആവശ്യമുണ്ട്. അത് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു കാര്യമായി അത് കണ്ടാൽ മതി. അത് പ്രഖ്യാപിക്കുമല്ലോ, പാർട്ടി പ്രഖ്യാപിക്കും. UDF പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും കൂടെ അതൊക്കെ പ്രഖ്യാപിക്കും. കുട്ടനാട്ടിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോവാണ്. ഇത്തവണ ചരിത്രം തിരുത്തി എഴുതാൻ പോവാണ്. കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ സീറ്റുകളിലും UDF വൻ മുന്നേറ്റം നടത്താൻ പോവുകയാണ്. ജനവികാരം മനസ്സിലാക്കി എല്ലാ പ്രവർത്തകരും നേതാക്കളും അതുകൊണ്ട് തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സുധാകരന്റെ പ്രശ്നം അമ്പലപ്പുഴ മാത്രമല്ല, ഈ ജില്ലയിലുടനീളം അതിന്റെ എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം.